വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ തടവറയിൽ നിന്നും ഒരു കൂട്ടം പലസ്തീനികളെ ഇസ്രായേൽ ഗവൺമെൻറ് മോചിപ്പിച്ചു. അവരിൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറുമുണ്ട്. 8 മാസത്തെ തടവ് ജീവിതത്തിന് ശേഷമാണ് ഈ മടക്കയാത്ര. ഇസ്രായേൽ ജയിലിലെ കൊടിയ പീഡനങ്ങളുടെ കഥയാണ് ജയിൽ മോചിതരായവർക്ക് പറയാനുള്ളത്. 6 മാസത്തിലധികം ഇസ്രായേൽ തടവറയിൽ യാതൊരു ചാർജുമില്ലാതെ തടഞ്ഞു വെച്ച ഈ മനുഷ്യൻ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. ഗസയിലെ തൻ്റെ വീടിനടുത്ത് തൻ്റെ കുടുംബാംഗങ്ങളെ ആശ്രയിക്കുകയാണിപ്പോൾ. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പ്രയാസപ്പെടുകയാണ്. ഇസ്രായേലിനകത്ത് പലസ്തീനിയൻ തടവുകാർ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ആരും തന്നെ അവരുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകരുതേ എന്നാണ്. അവിടെ നടക്കുന്നത് കൊടിയ പീഡനമല്ലാതെ മറ്റൊന്നുമല്ല, കൊടിയ പീഡനം മാത്രം. എല്ലാ തടവുകാരെയും ചോദ്യം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സെക്യൂരിറ്റി വിഭാഗമാണ്. അടിച്ചും കുത്തിയും എന്തിന് ജനനേന്ദ്രിയങ്ങളിൽ മർദ്ദിച്ചും തടവുകാരെ പീഡിപ്പിക്കുകയാണ്. ശാരീരികവും മാനസികവുമായുള്ള മുറിവേൽപ്പിക്കൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ദൈവത്തെ ഓർത്ത് ആ നരകത്തിൽ നിന്നും പലസ്തീനികളെ മോചിപ്പിക്കണം. അദ്ദേഹം ജയിലിനകത്തെ പീഡനങ്ങളും ദുരിതങ്ങളും വിശദീകരിക്കുകയാണ്. തടവുകാർക്കിടയിൽ വിവരിക്കാൻ കഴിയാത്ത പലതരം അസുഖങ്ങളും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഓരോ സെല്ലിലും 30-ലധികം ആളുകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ശരീരത്തിൽ പരുക്കൾ നിറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ഞങ്ങൾ കഴിക്കാൻ കിട്ടുന്നത് ഒരു കപ്പ് ചോറ് മാത്രമാണ്. ചിലപ്പോൾ ഒരു കഷ്ണം തക്കാളി, ഒരു കഷ്ണം കക്കരി, ഒരു ചെറിയ കഷ്ണം റൊട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണങ്ങൾ. ഇവരാണ് സ്വതന്ത്രരാക്കപ്പെട്ട മറ്റ് 55 പേരിൽ ചിലർ. ഇവരെ ഉപരോധം ഏർപ്പെടുത്തിയ ഗസയിലെ മറ്റ് 2 ഇടങ്ങളിലായിട്ടാണ് ഇറക്കിവിട്ടത്. ഇസ്രായേലി മിലിറ്ററി റെഡ് ക്രോസുമായി യാതൊരു ഏകീകരണവുമില്ലാതെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ശരീരങ്ങൾ നമ്മോട് പറയുന്നത് അവർ എത്രമാത്രം സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തടവുകാരുടെ ശരീരത്തിൽ പുഴുക്കളും പാരസൈറ്റുകളും എല്ലാം ഉണ്ട്. അവർക്ക് വേണ്ടി വല്ലതും ചെയ്യുക. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ശരീരത്തിലാകെ പരുക്കൾ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സോപ്പും വെള്ളവും ഒന്നും തന്നെ തന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുളിക്കാൻ അനുവദിച്ചു. സ്വതന്ത്രരാക്കപ്പെട്ട തടവുകാരിൽ ഒരാൾ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ മുഹമ്മദ് അബു സൽമിയയായിരുന്നു. മറ്റ് 5 ആരോഗ്യ പ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തെ തടവിലാക്കിയത് നവംബറിലായിരുന്നു. UN ദൗത്യത്തിൻ്റെ ഭാഗമായി ഒരു സേവനം ചെയ്തിരിക്കുമ്പോഴായിരുന്നു ഈ അറസ്റ്റ്. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് 10 വർഷത്തിലധികമായവരും തടവുകാർക്കിടയിലുണ്ട്. ചോദ്യം ചെയ്യലിനിടയിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പല ആരോഗ്യ പ്രവർത്തകർക്കും വെള്ളവും ഭക്ഷണവും മരുന്ന് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലികൾക്ക് യാതൊരു റെഡ് ലൈനും ഉണ്ടായിരുന്നില്ല. അവർ തടവുകാരോട് പെരുമാറിയിരുന്നത് എന്തോ ഒരു വസ്തുക്കളോട് എന്ന പോലെയായിരുന്നു. അവർ തടവുകാരെ മനുഷ്യരായി കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. ഇസ്രായേലി ഡോക്ടർമാർ പോലും ഈ ക്രൂരതയിൽ പങ്കാളികളായിരുന്നു. ഫലസ്തീനിയൻ തടവുകാരുടെ സംഘടന പറയുന്നത് 10,000-കണക്കിന് ഫലസ്തീൻ തടവുകാരാണ് ഇസ്രായേൽ ജയിലിൽ പീഡനത്തിന് ഇരയാകുന്നതെന്നാണ്. അതിൽ 3,600 പേരുടെ മേലും യാതൊരു കുറ്റവും ഇതുവരെ ചാർജ് ചെയ്യുകയോ വിചാരണ നേരിടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. ഇസ്രായേൽ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ തടവുകാരോട് പെരുമാറിയിട്ടുള്ളത് എന്നാണ്. ശാരീരികവും മാനസികവുമായി ഈ മനുഷ്യനുണ്ടായിട്ടുള്ള മുറിവുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ പറയുന്നത് എത്രമാത്രം കള്ളമാണെന്ന്.